സോ പ്രൊവിഡൻറ്റ് ഫണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10. ഇത് നിങ്ങൾ എക്സംപ്റ്റഡ് ഇൻകം പഠിക്കുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടാകും ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആഫ്റ്റർ ഡെത്ത്, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ മാത്രം കിട്ടുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി ആവുന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലും സെപ്പറേറ്റ് ആണ് വരുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇവൻ നമുക്കത് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിലും ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എത്ര എമൗണ്ട് റിസീവ് ചെയ്താലും അത്രയും ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുക. ഇനി നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആകുന്ന സമയത്ത് അതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആൻഡ് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇനി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സംഷൻ ഒരു ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. 15 days salary for each year of completed service on part in excess of 6 months. ആദ്യം നോക്കേണ്ടത് 15 days സാലറി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 15 days സാലറി എന്ന് പറയുമ്പം ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്ന സാലറി പെർ മന്ത് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇതാണ് നമ്മളുടെ സാലറീൻ്റെ ബേസായിട്ട് നമ്മൾ എടുക്കേണ്ടത്. സാലറി പെർ മന്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്ന സാലറി. ഇനി അത് നമ്മൾ 15 daysലാണ് കാണേണ്ടത്. നമ്മൾ ലാസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്നത് 1 month സാലറി ആയിരിക്കും. നമുക്ക് 1 month സാലറി വേണ്ട, 15 days മതി. അപ്പോൾ നമ്മൾ 15/26 ചെയ്യും. ഒരു മന്തിൽ നമ്മൾ 4 ലീവ് എന്നുള്ള ഒരു അസംഷനിൽ 26 days ആണ് 1 monthൽ നമ്മൾ കണക്കാക്കുന്നത്. സോ 1 monthൽ 15 days സാലറി എന്ന് പറയുമ്പോൾ 15/26 ചെയ്യും. സാലറി പെർ മന്തിന് 15/26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ എത്ര ഇയറാണ് ഇയാൾ സർവീസിൽ ഉണ്ടായിരുന്നത്. 27 years ആയിരിക്കാം, 28 years ആയിരിക്കാം, അങ്ങനെ. ഓക്കെ. ഇൻ എക്സസ് ഓഫ് 6 months ട്രീറ്റഡ് ആസ് 1 year, അതായത് 27 കൊല്ലവും 5 മാസമാണെങ്കിൽ നമ്മളതിന് 27 years മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. 27 yearsഉം 7 months അല്ലെങ്കിൽ 6 months ആണ് അയാൾ വർക്ക് ചെയ്തതെങ്കിൽ അതിന് നമ്മൾ 28 year ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഇൻ എക്സസ് ഓഫ് 6 months ഒരു കൊല്ലം ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ഓഫ് 6 months നമ്മൾ 1 year ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അത് കാണുന്നത് ഇങ്ങനെയാണ്. 15 days സാലറി പെർ മന്ത് ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്ര ഉണ്ടോ അതിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 15 days സാലറി ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് കിട്ടും. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണ്. ആൻഡ് തേർഡ് വൺ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണോ അത്. ഇതിൽ ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എക്സംഷൻ ലിമിറ്റായിട്ട് കണക്കാക്കുന്നത്. അത് നമ്മൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി നമുക്ക് കിട്ടും. ഇവിടെ സാലറി ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബേസിക് പ്ലസ് DA, ഫുൾ എമൗണ്ട് ഓഫ് DA ആണ്. ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് അല്ല, ഫുൾ എമൗണ്ട് ഓഫ് DA എടുക്കുന്നുണ്ട്. പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവറിൻ്റെ ബേസിസിലുള്ള കമ്മീഷനും ആണ് എടുക്കുന്നത്. ഫിക്സഡ് കമ്മീഷൻ അല്ല, വെറും കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഓൺ ടേൺ ഓവർ. അതായത് ഇത്ര സെയിൽസിൻ്റെ മുകളിൽ നമ്മൾ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റിൻ്റെ മുകളിൽ ഇത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പെർസെൻറ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ മാത്രം നമ്മളത് കമ്മീഷൻ ഓൺ ടേൺ ഓവറായിട്ട് എടുത്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാകും. ഇനി നോട്ട് കവേർഡ് അണ്ടർ ദ ആക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സംഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 days സാലറിക്ക് പകരം ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഓഫ് 10 months ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നേ ഉള്ള 10 മാസത്തെ സാലറി, ആവറേജ് സാലറി അതിൻ്റെ മുകളിൽ നമ്മൾ ഹാഫ് മന്ത് സാലറി കണക്കാക്കിയിട്ടാണ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ February 10 നമ്മൾ റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നേ ഉള്ള 10 മാസം, അതായത് ജനുവരി തൊട്ട് 10 മാസം നോക്കുക. ആ പ്രീവിയസ് 10 months സാലറി, അതിൽ ആവറേജ് സാലറിയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി രണ്ടാമത്തത് 20 lakh ആൻഡ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, അത് രണ്ടും കോമൺ ആണ്.
ഈ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇനി ഇവിടെ സാലറി എടുക്കുന്ന സമയത്ത് നോക്കുക, ബേസിക് പ്ലസ് DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേതിൽ ഫുൾ DA എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. മിസ്റ്റർ കമൽ റിട്ടയർഡ് ഫ്രം സർവീസ് on 31st March 2025 after serving 34 years and 9 months. At the time of retirement, his basic salary was 48,500 per month and DA 20,000 per month, not forming part of the pay. He was also getting commission of 10,000 per month. At the time of retirement, he was paid a retirement gratuity 16 lakh. കമ്പ്യൂട്ട് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അതിൽ 3 കേസസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആണ്. ഇതിൽ ഈ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ബാക്കി 2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ നമ്മളവിടെ സാലറി എടുക്കുമ്പോഴും പിന്നെ ആ 15 days കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുമാണ് നോട്ട് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ ക്രൈറ്റീരിയ നമുക്കറിയാം, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് 16 lakh ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ഈ 15 days സാലറി നമ്മൾ കണക്കാക്കുക എന്നുള്ളത്. സാലറി നോക്കുന്ന സമയത്ത് ഇവിടെ 48,500 ആണ് സാലറി റിസീവ് ചെയ്യുന്നത് പെർ മന്ത്. ദെൻ DA 20,000 ഫുൾ എമൗണ്ടും ഉണ്ട്, അതും നമുക്ക് മൊത്തമായിട്ട് എടുക്കാം. ഇനി ഇവിടെ കമ്മീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10,000 എന്നുള്ളത്, ബട്ട് ഓൺ ടേൺ ഓവർ എന്നുള്ളത് നമ്മളോട് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ 48,500ഉം 20,000 മാത്രമാണ് നമ്മൾ സാലറി കാൽക്കുലേഷനിലേക്ക് എടുക്കുന്നത് ഇവിടെ. ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പം ഇൻ എക്സസ് ഓഫ് 6 months നമ്മൾ ഒരു ഇയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ 1 year ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ 34 years പ്ലസ് 9 months എന്ന് പറയുമ്പം ആ 9 months നമ്മൾ 1 year ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ടോട്ടൽ 35 years നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സാലറി പെർ മന്ത് ഇൻറ്റു 15/26 ഇൻറ്റു ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ്, ടോട്ടൽ 13,83,173 കിട്ടിയിട്ടുണ്ടാകും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണ്. അപ്പോൾ ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 13,83,173 ആണ്. ഇത് നമ്മളുടെ ആക്ച്വൽ എമൗണ്ട്, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്ര കിട്ടിയോ അതൊന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി കിട്ടും, കവേർഡ് അണ്ടർ ദ ആക്ട് ആണെങ്കിൽ. ഇനി അതല്ല നോട്ട് കവേർഡ് ആണെങ്കിൽ അവിടെ ഡിഫറൻസ് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. 48,000 ആണ് നമ്മളുടെ സാലറി എന്ന് പറയുന്നത്. DA നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ DA എടുക്കേണ്ട കാര്യമില്ല അതിൽ. സോ 48,500 മാത്രമേ ഇതിൽ സാലറി പാർട്ടിലേക്ക് വരുന്നുള്ളൂ. ഇൻറ്റു 15/26 എടുക്കുന്നതിന് പകരം നമ്മൾ ഹാഫ് മന്ത് സാലറിയാണ്, അപ്പോൾ 1/2 ആണ് എടുക്കേണ്ടത്. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇതിൻ്റെ കേസിൽ നമ്മൾ എത്ര ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. 34 കൊല്ലമാണെങ്കിൽ 34 കൊല്ലം മാത്രം. മന്തിൻ്റെ കണക്ക് നോട്ട് കവേർഡിൻ്റെ പോർഷനിലേക്ക് നമ്മൾ എടുക്കാറില്ല. സോ 34 years മാത്രമേ ഇതിൽ എടുക്കേണ്ടതുള്ളൂ. ഇവിടെയാണ് ഡിഫറൻസ് രണ്ടിലും വരുന്നത്. സാലറി എടുക്കുന്നതിലും ഡിഫറൻസ് വരുന്നുണ്ട്, ആൻഡ് അതുപോലെ ഇയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ബാക്കി ആക്ച്വൽ എമൗണ്ടും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും സെയിം തന്നെയാണ്. ആൻഡ് ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് അപ്പോൾ അതിൽ ഏത് കിട്ടും? സ്റ്റാറ്റ്യൂട്ടറി ഇത് 8,24,500 ആണ് ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ആയിട്ടുള്ള 16 lakh എന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി എത്ര എന്നുള്ളത് കിട്ടും. ഇതാണ് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ സാലറി കാൽക്കുലേഷൻ എങ്ങനെ എടുക്കുന്നു, അതിലേക്ക് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുന്നതിലുള്ള ഡിഫറൻസ്, ആൻഡ് അതുപോലെ ഇതിൻ്റെ 2 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 daysഉം 1 half month സാലറിയാണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കുക. മിസ്റ്റർ ജഗൻ വാസ് ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് എ കമ്പനി ഇൻ ഡൽഹി. ഹി റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ 28th February 2025. 28 ഫെബ്രുവരിയിലാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ സർവിങ് ദ കമ്പനി ഫോർ 39 years and 11 months. His emoluments consisted the following. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബേസിക് സാലറി 40,000, ദെൻ ഡിയർനെസ് പേ 15,000 പെർ മന്ത്. ഡിയർനെസ് പേ എന്ന് പറഞ്ഞാൽ അത് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഡിയർനെസ് അലോവൻസിലാണ് നമ്മൾ 2 കാറ്റഗറി വരുന്നത്.
DNS പേ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലേക്ക് എടുക്കാവുന്നതാണ്. DNS അലോവൻസ് 30% ഓഫ് ബേസിക് പ്ലസ് DNS പേ. സിറ്റി കോമ്പൻസേറ്ററി അലോവൻസ് 3,000 പെർ മന്ത്. കമ്മീഷൻ ഫിക്സഡ് 4,000 പെർ മന്ത് ആൻഡ് കമ്മീഷൻ ബേസ്ഡ് ഓൺ സെയിൽസ് ടാർഗറ്റ് 5%. ഇതാണ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ എന്ന് പറയുന്നത്. സെയിൽസ് ടാർഗറ്റിൻ്റെ മുകളിൽ നമ്മൾ അല്ലെങ്കിൽ സെയിൽസിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന കമ്മീഷനെയാണ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. അതാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതല്ലാതെ ഫിക്സഡ് കമ്മീഷൻ അല്ലെങ്കിൽ ഒന്നും മെൻഷൻ ചെയ്യാത്ത കമ്മീഷൻ ആണെങ്കിൽ എടുക്കേണ്ട കാര്യമില്ല. ദെൻ സെയിൽസ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ 10 month പ്രിസീഡിങ് ദ മന്ത് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് വാസ് 12 lakh ആണ്. 12 ലക്ഷമാണ് സെയിൽസ് ടാർഗറ്റ്. 10 മാസത്തേതാണ് പറയുന്നത്. നമുക്ക് 1 monthലത്തത് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 12 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പം 1,20,000 ഉണ്ടായിരിക്കും. 10 മാസത്തേതാണ് 12 ലക്ഷം എന്ന് പറയുന്നത്. നമുക്ക് 1 monthലത്തത് കിട്ടിയാൽ മതി. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ 5% കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കമ്മീഷൻ ഓൺ ടേൺ ഓവർ എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ the company paid gratuity 14,50,000 at the time of his retirement. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മിസ്റ്റർ ജഗൻ വാസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ആ ഒരു കേസ് മാത്രം നമ്മൾ കണ്ടാൽ മതി. നോട്ട് കവേർഡ് ആവുന്ന സമയത്തിൽ സാലറി എടുക്കുന്നത് എന്തൊക്കെയാണ്? ബേസിക് സാലറി എടുക്കും. ഡിയർനെസ് അലോവൻസ് ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇതിൽ DNS അലോവൻസിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് DNS പേ പറഞ്ഞിട്ടുണ്ട് 15,000. പേ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ കമ്മീഷൻ്റെ കേസ് പറഞ്ഞതുപോലെ ഓൺ ടേൺ ഓവർ മാത്രമാണ് നമ്മൾ 2 കേസിലും എടുക്കേണ്ടത്. കവേർഡ് ആണെങ്കിലും കവേർഡ് അല്ലെങ്കിലും ഓൺ ടേൺ ഓവർ മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ 40,000 പെർ മന്ത് ബേസിക് സാലറി പ്ലസ് 15,000 DNS പേ, 6,000 കമ്മീഷൻ ഓൺ ടേൺ ഓവർ. കമ്മീഷൻ ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 12 lakh ഡിവൈഡഡ് ബൈ 10 month ചെയ്താൽ നമുക്ക് ഒരു മാസത്തെ സെയിൽസ് ടാർഗറ്റ് കിട്ടും. അതിൻ്റെ മുകളിൽ 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6,000 ആണ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആയിട്ട് പെർ മന്ത് കിട്ടുന്നത്. പെർ മന്തത്തെ ഡാറ്റയാണ് നമുക്ക് എല്ലാം വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് സാലറി 61,000. ഇനി 61,000 ഇൻറ്റു 1/2 ഇൻറ്റു 39 എന്താ 39 years ആണ്. നോട്ട് കവേർഡ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ എത്ര മന്ത് വർക്ക് ചെയ്തു എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ 39 years മാത്രം എടുത്താൽ മതി. അതിൻ്റെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ലിമിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണ്. ആൻഡ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 14,50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് 11,89,500 ആണ്. അതാണ് നമ്മൾ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തതെന്ന് ലെസ് ചെയ്യേണ്ടത്. സോ ടാക്സബിൾ പോർഷൻ എന്ന് പറയുന്നത് 2,60,500 ആണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നോട്ട് കവേർഡിൻ്റെ ഒരു പോർഷനാണ്. ഇവിടെ നമ്മൾ കമ്മീഷൻ എടുത്തിരിക്കുന്നത് മാത്രമാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. മിസ്റ്റർ മധു നായിക് retired from service on 31st January 2025 after serving 27 years and 5 months. His monthly remuneration at the time of retirement was 21,000 consist of the following. ഈ 21,000 വരുന്നത് ബേസിക് പേ 10,000 ഉണ്ട്. DNS 50% ഓഫ് സാലറി ആണ്. അത് മൊത്തമായിട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേയും ആണ്. ഓക്കെ, അതായത് 10,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 5,000. ആ 5,000 മൊത്തം DNS ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ദെൻ ബോണസ് 2,000, കമ്മീഷൻ 10,000. ആ കമ്മീഷൻ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ദെൻ ട്രാവലിംഗ് അലോവൻസ് 3,000. ഇതൊന്നും നമുക്ക് വേണ്ട കാര്യമില്ല. ഏതിലേക്ക്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലേക്ക് വേണ്ട കാര്യങ്ങളല്ല. ഇനി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഹി വാസ് പെയ്ഡ് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി 2,20,000. ഫൈൻഡ് ഔട്ട് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഫോർ ദ ഇയർ 2024-25. 3 കേസിലും കാണണം. അതിൽ ആദ്യം കവേർഡിൽ നോക്കുക. കവേർഡ് ആവുന്ന സമയത്ത് അവിടെ നമുക്ക് ബേസിക് പേ 10,000 ഉണ്ട്. DNS 50% എന്ന് പറയുമ്പോൾ 5,000 രൂപ എടുക്കാനുണ്ട്. ടോട്ടൽ 15,000 സാലറി പെർ മന്ത് ഉണ്ടാകും. ഇൻറ്റു 15/26. കംപ്ലീറ്റഡ് ഇയർ 27 എടുക്കാൻ പറ്റുള്ളൂ. കാരണം 5 month ആണ് റിമൈനിങ്. 6 monthോ അതിൽ കൂടുതലാണെങ്കിലേ നമുക്ക് ഒരു ഇയർ ആയിട്ട് എക്സ്ട്രാ എടുക്കാൻ പറ്റുള്ളൂ.
സോ അത് ചെയ്ത് കഴിഞ്ഞാൽ 27 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലിമിറ്റ് കിട്ടും, 15 ഡേയ്സ് സാലറി കിട്ടും. ദെൻ ആക്ച്വൽ ലിമിറ്റ് 20 ലാക്ക്, റിസീവ് ചെയ്തിരിക്കുന്നത് 2,20,000 തന്നിരിക്കുന്നത്. ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,33,654 ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടും. ഇവിടെ നോക്കേണ്ട കാര്യം എന്താ, ആക്ച്വൽ 2,20,000 ഉള്ളൂ. അതായത് നമ്മൾ ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് 2,20,000 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് ലിമിറ്റ് ഇല്ല, മീൻസ് ബാലൻസ് എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നില്ലായിട്ടാണ് വരുന്നത് ആദ്യത്തെ കേസിൽ. ഇനി രണ്ടാമത്തത് നോട്ട് കവേർഡ് ആണ്. നോട്ട് കവേർഡ് ആവുന്ന സമയത്ത് അവിടെ സാലറി കാൽക്കുലേഷനിൽ മാത്രമാണ് ഡിഫറൻസ്. ഇവിടെ 10,000ഉം 50% ഫോമിങ് പാർട്ടായതുകൊണ്ട് 5,000 എന്ന് പറയുന്നതും നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്ന പോർഷനാണ്. സോ 15,000 ഇൻറ്റു 1/2 ആണ് ഇവിടെ എടുക്കേണ്ടത്, ഇൻറ്റു 27. ഓക്കെ, 2,02,500 ഉണ്ടാകും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടുകൾ നോക്കുക. ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് 2,02,500 ആണ്. അത് നമ്മൾ 2,20,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 17,500 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ ഗവൺമെൻറ് എംപ്ലോയി ആവുന്ന സമയത്ത് ടോട്ടലി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കേസ് വരുന്നത്. ഇതിലും എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റർ ഈശ്വരൻ റിട്ടയർഡ് ഓൺ 12th February 2025 ആഫ്റ്റർ 27 years and 11 months of service. During the calendar year 2024, his monthly pay was 10,000 along with DA 40%. കമ്മീഷൻ 2,000. അവിടെ നമ്മൾ കമ്മീഷൻ ടേൺ ഓവർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,000. DA ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല, അത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. വിത്ത് എഫക്ട് ഫ്രം January 2025, ഹിസ് ബേസിക് സാലറി വാസ് ഇൻക്രീസ്ഡ് ടു 12,000 വിത്ത് DA 50% ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000. ഇവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ക്വസ്റ്റ്യനിൽ 2 ടൈപ്പ് അല്ലെങ്കിൽ 2 സ്ലാബായിട്ടാണ് ഇയാൾക്ക് സാലറി റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് 10% കമ്മീഷനാണ് ഓൺ സെയിൽസ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ടാർഗറ്റ് 75,000 ആണ്. ഓക്കെ, അതുവരെയുള്ളത് നമുക്ക് ഓക്കെയാണ്. ഇവിടെ സാലറിയിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. 3 കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇവിടെ മന്ത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കവേർഡ് അണ്ടർ ആക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് സാലറി എത്രയെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. ലാസ്റ്റ് മന്ത് സാലറി ഇതിലാണെന്നുണ്ടെങ്കിൽ ജനുവരി മുതൽ ഇയാളുടെ സാലറി 12,000 ആണ്. അപ്പോൾ അയാൾ റിട്ടയർ ചെയ്തത് എന്നാണ് ഫെബ്രുവരി. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്തും ഇയാൾ ലാസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്ന സാലറി 12,000 ആയിരിക്കും. സോ നമ്മളുടെ കവേർഡ് അണ്ടറിലെ കേസിൽ അതിൽ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. 12,000 ഇയാളുടെ ലാസ്റ്റ് ഡ്രോ സാലറി 12,000 പെർ മന്ത് പ്ലസ് DA ഫുൾ എടുക്കും. ഏത് കവേർഡ് അണ്ടർ ആക്റ്റ് ആവുന്ന സമയത്ത് DA ഫുൾ എടുക്കും. അതായത് ഇതിൽ 40%ഉം 50%ഉമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലാസ്റ്റിലത്തത് മാത്രം ഈ ഒരു കേസിൽ നോക്കിയാൽ മതി. 12,000ൻ്റെ 50% എന്ന് പറയുമ്പോൾ 6,000 പെർ മന്ത് DA 6,000 കിട്ടുന്നുണ്ട്. പ്ലസ് കമ്മീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺ ടേൺ ഓവർ, അതായത് 75,000 റിട്ടയർമെൻറ്റ് മുന്നേ ഉള്ള ഇത് കിട്ടുന്നുണ്ട് സെയിൽസ് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 10% ആണ് കമ്മീഷൻ റിസീവ് ചെയ്യുന്നത്. സോ 75,000 എന്ന് പറയുമ്പോൾ 10 മാസത്തേതാണ്. അപ്പോൾ ഒരു മാസം 7,500 ഉണ്ടാവും. 75,000 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഒരു മാസം 7,500 ഉണ്ടാകും. അതിൻ്റെ 10% കമ്മീഷൻ എന്ന് പറയുന്നത്. അതാണ് 750. ഇതൊക്കെ പെർ മന്ത് ഉള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. സോ 12,000 ബേസിക് പ്ലസ് 6,000 DA പ്ലസ് DA ഫുള്ള് പ്ലസ് 750 കമ്മീഷൻ ഇൻറ്റു 15/12 ചെയ്താൽ നമുക്ക് 15/26 ചെയ്താൽ അതിന് 15 ഡേയ്സിൽ കിട്ടും. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 27 ഇയേഴ്സ് പ്ലസ് 11 മന്ത് എന്ന് പറയുമ്പോൾ കവേർഡിലാവുന്ന സമയത്ത് അത് എക്സ്ട്രാ ഒരു മാസമായിട്ട് മാറും, 28 മാസം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് നോക്കുക. ലീസ്റ്റ് എന്ന് പറയുന്നത് 3,02,000
885 ആണ്. അത് നമ്മളുടെ ആക്ച്വൽ എമൗണ്ട് ആയിട്ടുള്ള റിസീവ് ചെയ്തിരിക്കുന്ന 3,45,000 നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ പോർഷൻ ഓഫ് എത്രയാണ് നമ്മളുടെ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് കിട്ടും. നേരത്തെ ഡിഫറൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഇനി ഈ നമ്മളുടെ നോട്ട് കവേർഡ് ആവുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ളത് പ്രീവിയസ് 10 മാസത്തെ ആവറേജ് സാലറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 10 മാസത്തിനുള്ളിൽ ഇയാളുടെ സാലറി ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഇയാൾ റിട്ടയർ ചെയ്യുന്നത് ഫെബ്രുവരി 12-നാണ്. ഫെബ്രുവരി 12-ന് എന്ന് പറയുമ്പോൾ ഫെബ്രുവരിക്ക് മുന്നേ ഉള്ള 10 മാസം നിങ്ങൾ നോക്കുക. ജനുവരി, ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്, ഏപ്രിൽ, അതിന് തൊട്ട് മുന്നേ ഉള്ള 10 മാസം റിവേഴ്സായിട്ട് എണ്ണി നോക്കുക. ഇത്രയാണ് 10 മാസം. ഇതിൽ ജനുവരിയിൽ ഇയാളുടെ സാലറി ചേഞ്ച് ആവുന്നുണ്ട്. വിത്ത് എഫക്റ്റ് ഫ്രം ജനുവരി 12,000 ആണ് ഇയാൾ സാലറി റിസീവ് ചെയ്യുന്നത്. അപ്പം ജനുവരിയിൽ മാത്രം 12,000 വെച്ചിട്ടും ബാക്കി 9 മാസം ഇയാൾ റിസീവ് ചെയ്യുന്ന സാലറി 10,000 വെച്ചിട്ടുമാണ്. അപ്പോൾ സാലറി എടുക്കുന്ന സമയത്ത് 9 മാസം ഇയാൾ 10,000 റിസീവ് ചെയ്യുന്നുണ്ട്, ഒരു മാസം മാത്രം 12,000 റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ 10 മാസത്തെ കണക്ക് അവിടെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ആ 10 മാസം നോക്കുക, അതിനിടയ്ക്ക് സാലറി മാറിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ 10,000 വെച്ച് 9 മന്തും 12,000 വെച്ച് 1 മന്തും, ഇതാണ് ഇയാളുടെ ബേസിക്കിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡി എ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി എ ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾക്ക് അതിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ആദ്യത്തെ കേസിൽ 10,000-ൻ്റെ 40% ആദ്യത്തെ 9 മാസം റിസീവ് ചെയ്യുക. അടുത്ത കേസിൽ 12,000-ൻ്റെ 50% ഒരു മാസം മാത്രം റിസീവ് ചെയ്യുക. പക്ഷേ ഇവിടെ അത് എടുക്കേണ്ട കാര്യമില്ല, ഇത് ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് അല്ല. സോ ബേസിക് പേ പ്ലസ് ടേൺ ഓവറിൻ്റെ ഗോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ നമുക്ക് വേണ്ടത് പെർ മന്താണ് വേണ്ടത്. പക്ഷെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ ഇയർത്തെ കണക്കാണ് എടുത്തിട്ടുള്ളത്. 10,000 ഇൻറ്റു, അതായത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ പെർ മന്ത് കിട്ടാനുള്ള വഴിയില്ല, കാരണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കമ്മീഷനും ഇതുപോലെ തന്നെ ടോട്ടൽ കമ്മീഷൻ, ഒരു ഇയർത്തെ കമ്മീഷൻ എടുക്കുക. അതായത് നമ്മൾ നേരത്തെ 75,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് 75,000-ൻ്റെ 10% നമ്മൾ കമ്മീഷൻ കാണാം. എത്ര വരും? 7,500 ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് ടോട്ടൽ ചെയ്തിട്ട് അതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ മന്ത് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. 10 മാസത്തിൽ പെർ മന്ത് എത്രയാണ് സാലറി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ കേസിൽ പ്രത്യേകം നോക്കുക, സ്പ്ലിറ്റ് ആവുന്ന കേസിൽ നമ്മൾ ടോട്ടൽ ഉള്ള എമൗണ്ട് കണ്ടതിന് ശേഷം അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ പെർ മന്ത് കിട്ടും. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആൻഡ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 27 27 എന്ന് പറയുന്നത് നോട്ട് കവേർഡ് ആയതുകൊണ്ട് 27 മാത്രം എടുത്താൽ മതി, 11 മന്ത് എടുക്കേണ്ട കാര്യമില്ല. ബാക്കി ഈ 3 എണ്ണത്തിൽ ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 1,47,000 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള 3,45,000 ലെസ് ചെയ്താൽ നമുക്ക് എമൗണ്ട് എത്ര എന്നുള്ളത് കിട്ടും, ടാക്സബിൾ പോർഷൻ എത്ര എന്നുള്ളത് കിട്ടും. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഇതില്ല. ഇത്രയാണ് ഗ്രാറ്റുവിറ്റീൻ്റെ കേസിൽ നോക്കേണ്ടത്. ഈ പ്രോബ്ലംസ് നന്നായിട്ടൊരു 2-3 തവണ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ.